72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. പ്രമേയുഗത്തിലെ മികച്ച പ്രകടനത്തിലൂടെ മമ്മൂട്ടി മികച്ച നടനുമുള്ള പുരസ്കാരം സ്വന്തമാക്കി. മമ്മൂട്ടിയുടെ 4ാം ദേശീയ പുരസ്കാരമാണിത്. മികച്ച മലയാള സിനിമയായി ഫെമിനിച്ചി ഫാത്തിമയും തെരഞ്ഞെടുത്തു. വിവരങ്ങളുമായി ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഡോണയാണ് ചേരുന്നത്. ഡോണ, മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനത്തിലൂടെയാണ് കടന്നുപോകുന്നത്. മികച്ച നടനുള്ള പുരസ്കാരം 4ാം തവണ മമ്മൂട്ടി മലയാള സിനിമയിലേക്ക് എത്തിക്കുന്നു. ഒപ്പം ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് പുരസ്കാരം. മികച്ച ഗായികയായി എല്ലാവരുടെയും പ്രിയപ്പെട്ട വൈക്കം വിജയലക്ഷ്മിയെ തെരഞ്ഞെടുക്കുന്നു. എന്താണ് വിവരങ്ങൾ? അക്ഷയ്, വളരെയധികം അഭിമാനകരമായ ഒരു നേട്ടത്തിലൂടെയാണ് ഇപ്പോൾ മലയാളികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. മലയാള സിനിമയ്ക്ക് അഭിമാനകരമായ നേട്ടങ്ങളാണ് ഇത്തവണ അവാർഡിൽ പ്രതിഫലിച്ചത് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. മികച്ച നടൻ, മികച്ച മലയാളം സിനിമ, അതുപോലെ തന്നെ മികച്ച ഛായാഗ്രഹണം, മികച്ച ഗായിക, പ്രത്യേക ജൂറി പരാമർശം തുടങ്ങിയവയാണ് മലയാളത്തിന് ഇത്തവണ ലഭിച്ചിരിക്കുന്ന പുരസ്കാരങ്ങൾ. ഈ ഒരു അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ 34 ഭാഷകളിൽ നിന്നും 400 സിനിമകളായിരുന്നു ഇത്തവണ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന് വേണ്ടി മത്സരിച്ചിരുന്നത്. ഇതിൽ പ്രമേയുഗത്തിലെ മികച്ച പ്രകടനത്തിലൂടെ മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുകയാണ്. മമ്മൂട്ടിയുടെ 4ാമത്തെ ദേശീയ പുരസ്കാരമാണിത്. വളരെയധികം സന്തോഷകരമായ ഒരു നേട്ടമാണ് ഇത്. പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷകരവും അഭിമാനകരവുമാണ് ഈ ഒരു പുരസ്കാരം എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. മമ്മൂട്ടിയുടെ നേരത്തെ ലഭിച്ചിരുന്ന പുരസ്കാരം എന്ന് പറയുന്നത് മതിലുകൾ, ഒരു വടക്കൻ വീരഗാഥ, പൊന്തന്മാട, വിധേയൻ, ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ 3 തവണയാണ് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മമ്മൂട്ടി മുൻപ് സ്വന്തമാക്കിയിരുന്നത്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത പ്രമേയുഗത്തിലെ കൊടുമൺ പോറ്റിയെയും അതുപോലെ തന്നെ ചാത്തനെയും വെള്ളിത്തിരയിൽ അവിസ്മരണീയമാക്കിയതിനാണ് മമ്മൂട്ടിക്ക് ഇന്ന് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ചിത്രത്തിലെ പ്രകടനത്തിന് നേരത്തെ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭ്യമാക്കിയിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഫെമിനിച്ചി ഫാത്തിമയ്ക്കാണ്. മികച്ച പിന്നണി ഗായിക്കുള്ള പുരസ്കാരം വൈക്കം വിജയലക്ഷ്മിയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അജയന്റെ 2ാം മോഷണം എന്ന സിനിമയിലെ അങ്ങുവാനക്കോണിലെ എന്ന പാട്ടിനാണ് വൈക്കം വിജയലക്ഷ്മിക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മികച്ച ഛായാഗ്രഹനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് പ്രമേയുഗത്തിലൂടെ ഷെഹനാദ് ജലാലിനാണ്. നോൺ ഫീച്ചർ സിനിമാ വിഭാഗത്തിൽ മലയാളത്തിൽ നിന്നുള്ള ഭദ്രകാളി നാടകത്തിന് സ്പെഷ്യൽ ജൂറി പരാമർശവും ലഭിച്ചിട്ടുണ്ട്. ധനുഷ് ഒരുക്കിയ റായനായാണ് മികച്ച തമിഴ് സിനിമ എന്ന് പറയുന്നത്. കാർത്തിക് അരവിന്ദ് സ്വാമി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ മെയ്യഴകൻ, ധനുഷ് നായകനായി എത്തിയ ക്യാപ്റ്റൻ മില്ലർ എന്നീ തമിഴ് സിനിമകൾ പ്രത്യേക ജൂറി പരാമർശം സ്വന്തമാക്കിയിട്ടുണ്ട്. മികച്ച ശബ്ദ മിശ്രണത്തിനാണ് മെയ്യഴകൻ പുരസ്കാരം നേടിയത്. വളരെയധികം ഒരു അഭിമാനകരവും സന്തോഷകരവുമായ ഒരു നേട്ടത്തിലൂടെയാണ് ഇപ്പോൾ ഈ ഒരു പുരസ്കാരം കടന്നു പോകുന്നത്. മികച്ച തിരക്കഥ പുഷ്പ 2 ആണ്. മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം സംവിധായകൻ GV പ്രകാശ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. മികച്ച ഹിന്ദി സിനിമ ശ്രീകാന്ത് ആണ്. എന്തായാലും അതുപോലെ തന്നെ ഈ ഒരു പുരസ്കാരത്തിന് സന്തോഷം കൂട്ടുന്ന ഒരു കാര്യമാണ് മമ്മൂട്ടിക്ക് ഈ ഒരു 4ാമത് പുരസ്കാരം ലഭ്യമാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അക്ഷയ്. തീർച്ചയായും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാന നേട്ടമാണ്. വലിയ അഭിമാനത്തിന് നെറുകയിലെത്തി നിൽക്കുകയാണ് മലയാള സിനിമ. 4ാം തവണ മമ്മൂട്ടി ദേശീയ ചലച്ചിത്ര പുരസ്കാരം, മികച്ച നടനുള്ള പുരസ്കാരം മലയാള സിനിമയിലേക്ക് എത്തിക്കുന്നു. ഒപ്പം ഡോണ, ഇതാ മമ്മൂട്ടിക്കൊപ്പം മികച്ച നടനുള്ള പുരസ്കാരം പങ്കുവയ്ക്കുകയാണ് കാർത്തിക് ആര്യനും, അല്ലേ? തീർച്ചയായും അക്ഷയ്, മമ്മൂട്ടിക്കൊപ്പം തന്നെ മികച്ച നായകനുള്ള ഇത് പങ്കിടുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ആർട്ടിക്കിൾ 370 ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. കൽക്കിയാണ് ഏറ്റവും മികച്ച ജനപ്രിയ സിനിമ എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഈ മലയാളത്തിന് ഇപ്പോൾ മലയാള സിനിമയ്ക്ക് വലിയ അഭിമാന നിമിഷമാണ്. ഇതാ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം, അത് 4ാം തവണ മമ്മൂട്ടി മലയാള സിനിമയിലേക്ക് എത്തിക്കുന്നു. പ്രമേയുഗത്തെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള വളരെ മികച്ച സിനിമകളിലൊന്ന്. അത് മലയാള സിനിമയിൽ മമ്മൂട്ടിയുടെ പ്രമേയുഗം കണ്ട ഒരാളും ജീവിതകാലത്തിൽ മറക്കാത്ത ഒരു തരത്തിലുള്ള ഒരു സിനിമയാണ് പ്രമേയുഗം. അത്തരത്തിലുള്ള പ്രകടനമാണ് മമ്മൂട്ടി കാഴ്ചവെച്ചിരിക്കുന്നത്. അതിനാണിപ്പോൾ ദേശീയ ചലച്ചിത്ര പുരസ്കാരം, മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയെ തേടി 4ാം തവണയും എത്തുന്നത്. ഒപ്പം മലയാളത്തിൻ്റെ മറ്റ് അഭിമാനമായി മാറുകയാണ് ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമ. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം
ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിക്കുന്നു. ഒപ്പം വൈക്കം വിജയലക്ഷ്മിക്ക് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ARMലെ അങ്ങുവാനക്കോണില് എന്ന സിനിമയ്ക്ക് ലഭിക്കുകയാണ്. അങ്ങനെ ഏതായാലും മലയാള സിനിമ വലിയ മികവുകൾ കീഴടക്കി വലിയ അഭിമാന നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഒപ്പം തമിഴ് സിനിമയ്ക്കും നിരവധി പുരസ്കാരങ്ങളുണ്ട്. മറ്റ് ഇന്ത്യൻ സിനിമകളോടൊക്കെ മറ്റ് ഇന്ത്യൻ ഭാഷകളിലെ സിനിമകളോടൊക്കെ മത്സരിച്ച് മലയാളം ഇത്രത്തോളം ഉയർന്നു വരുന്നു എന്നതും നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഡോണയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.